മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. 1976 പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 1985 സെപ്റ്റംബർ 14 ഔദ്യോഗികമായി തിരുവല്ല രൂപതയിൽ ആരംഭിച്ച സെയിൻറ്റ് എഫ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സീറി ഇന്ന് തിരുവല്ല അതിരൂപതയ്ക്കും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും ഇതര സഹോദരീ സഭകൾക്കും സ്വദേശത്തും വിദേശത്തുമുള്ള അനേകം സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും അഭിമാനമായി നിലകൊള്ളുകയാണ്. ഇന്ന് മലങ്കര കാത്തലിക് ടിവിയോട് ഒപ്പമുള്ളത് ഈ സീരിയുടെ സ്ഥാപകനും ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛനാണ്. നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. മലങ്കര സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള ടി വിയിൽ ഹൃദയപൂർവ്വം എന്നുള്ള പരിപാടിയിൽ സീറിയെപ്പറ്റിയും ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. അതിന് കാരണമുണ്ട്, ഈ സീറി എന്ന് പറയുന്ന സെയിൻറ്റ് എഫ്രൈം എക്യുമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മലങ്കര സഭയുടെ തന്നെ ഒരു അഭിമാനമാണ്. മലങ്കര സഭയുടെ സ്ഥാപക പിതാവായിട്ടുള്ള മാർ ഈവാനിയോസ് പിതാവിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. സുറിയാനി പഠന ഗവേഷണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ഒരു പിതാവാണ് മാർ ഈവാനിയോസ് പിതാവ്. സ്കൂളുകളിലും അതുപോലെ യൂണിവേഴ്സിറ്റികളിലും സുറിയാനി പഠനങ്ങൾ, അങ്ങനെയുള്ള പദ്ധതികൾ, ഈ ഡിഗ്രി പ്രോഗ്രാംസ്, ഇതൊക്കെ അന്നത്തെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അഭിവന്യ ഈവാനിയോസ് തിരുമേനിയുടെയും കൂടെ നേതൃത്വത്തിലാണ്. അപ്പം അതുകൊണ്ട് ആ പാതയിൽ ഇന്നും തുടരുന്ന മലങ്കര സഭയ്ക്ക് ഇതുപോലെ ഒരു സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളത് ദൈവ പരിപാലന തന്നെയാണ്. അത് നടപ്പാക്കപ്പെട്ടതാണ് ഈ 1985 നടന്നത്. ഞങ്ങൾക്ക് പലർക്കും അച്ഛനെ അറിയാം. ഒരുപക്ഷെ ചിലർക്കെങ്ങാൻ അറിയത്തില്ലെങ്കിൽ അച്ഛനെ അവർക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അച്ഛന് തന്നെ അച്ഛനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ജേക്കബ് തെക്കേപ്പറമ്പിൽ. ഞാൻ ജനിച്ചത് കോട്ടയത്തിന് അടുത്തുള്ള അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഠനങ്ങളൊക്കെ പുതുപ്പള്ളിയിലും അതുപോലെ തന്നെ അഞ്ചേരിയിലുമൊക്കെ നടത്തി 1959 തിരുവല്ല മൈനർ സെമിനാരിയിൽ പഠനം ആരംഭിച്ചു. ആ സമയത്ത് നല്ലതുപോലെ സുറിയാനി പഠിപ്പിക്കുന്ന ഒരു മൽപ്പാൻ്റെ ശിക്ഷണം ലഭിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. അത് വേറെ ആരുമല്ല, തോമസ് മൂലമണ്ണിൽ മൽപ്പാൻ. 1959 ഞങ്ങൾ സെമിനാരിയിൽ ചേർന്നു. ജൂണിലായിരുന്നു സെമിനാരിയുടെ പഠന പ്രോഗ്രാമൊക്കെ ആരംഭിച്ചത്. ഒക്ടോബർ 14 മൂലമണ്ണിലച്ഛൻ മരിച്ചു. അതുവരെ നല്ലതുപോലെ സുറിയാനി വായിക്കുവാനും കുറേയൊക്കെ പാടുവാനും ഉള്ള ഒരു കഴിവ് നേടുന്നതിന് സാധിച്ചു. അത് ഈ സുറിയാനി പഠനത്തിന് ഒരാരംഭമായിട്ട് പരിഗണിക്കാം. അതിനുശേഷം പൂനായിലേക്ക് ആണ് ഉപരിപഠനത്തിനായിട്ട് പോയത്. അവിടെ ചെന്നപ്പം സുറിയാനിക്ക് പ്രത്യേക പഠന പദ്ധതികളൊന്നുമില്ലായിരുന്നു. എങ്കിൽ തന്നെയും ആഴ്ചയിലൊന്ന് ബഹുമാനപ്പെട്ട തോമസ് പണിക്കരച്ചൻ്റെ നേതൃത്വത്തിൽ മലങ്കര സെമിനാരിക്കാരെല്ലാം ഒരുമിച്ച് കൂടുമായിരുന്നു. അവിടെ വെച്ച് വല്ലപ്പോഴും സുറിയാനി വായിക്കുകയും അതിൻ്റെ അർത്ഥമൊക്കെ ഒരുമിച്ച് പഠിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 കൊല്ലം പട്ടം കിട്ടിയതിന് ശേഷം കോഴിക്കോടിനടുത്തുള്ള മൈക്കാവ് കേന്ദ്രമാക്കി
മൈക്കാവ്, ഓഞ്ഞിൽ, വേളങ്കോട് ഈ സ്ഥലങ്ങളിലെല്ലാം ശുശ്രൂഷ ചെയ്യുന്നതിന് അവസരം കിട്ടി. അതിനുശേഷമാണ് ഉപരിപഠനത്തിനായിട്ട് 1971 നവംബറിന് പാരീസിലേക്ക് വിട്ടു. അവിടെ വെച്ചാണ് സുറിയാനി കൂടുതൽ മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനുമൊക്കെ അവസരം കിട്ടിയത്. അച്ഛന് ഒരിക്കൽ അച്ഛനോടുള്ള ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ ഇങ്ങനെ അറിയാനായിട്ട് സാധിച്ചു. അച്ഛൻ മാർത്തോമാ സഭയിൽ നിന്നാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് വന്നത് എന്ന്. അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? 1956 വരെ ഞങ്ങൾ മാർത്തോമാ സഭയിലെ അംഗങ്ങളായിരുന്നു. അതിനാൽ ഞങ്ങളുടെ കുട്ടികൾ മാത്രം, മാതാപിതാക്കന്മാർ അപ്പോഴും ഓർത്തഡോക്സ് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നവരാണ്. കുഞ്ഞുങ്ങളുടെ മാമോദിസ വേണ്ടി വന്നപ്പോൾ അന്നവിടെ പ്രവർത്തിച്ചിരുന്ന പള്ളികളിൽ പ്രധാനപ്പെട്ട ഒരു പള്ളി മാർത്തോമാ പള്ളി ആയതുകൊണ്ട് അവിടെ അങ്ങ് ചേർന്നു. അതിനുശേഷം 1956 തിരുവല്ലായിൽ ബന്ധുക്കളുള്ള ചേരിയിൽ കുടുംബം, അപ്പം CB വർക്കി എന്നാണ് ആ ചേരിയിലെ എൻജിനീയറുടെ പേര്. അതുപോലെ തന്നെ മടേലിൽ ചാക്കോ സാറ് നമ്മുടെ വള്ളംകുളം ഇടവകയിൽ നിന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും അവരുടെ ബന്ധം കൊണ്ട് ഞങ്ങളുടെ അഞ്ചേരി കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. മിക്കവാറും അവധി ദിവസങ്ങളിലൊക്കെ അവർ അഞ്ചേരിയിൽ വരുമ്പോൾ എൻ്റെ പിതാവുമായിട്ട് സംഭാഷണം നടത്തുകയും അതുപോലെ തന്നെ ലിറ്റർജി, സഭാകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ ലിറ്റർജി ഓർത്തഡോക്സ് ലിറ്റർജിയുമായിട്ട് വളരെയധികം സാമ്യമുള്ളതാണ്. അതുതന്നെയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം. ഏതായാലും ഇവർ 3 പേരും കൂടെ പരിശ്രമിച്ചാണ് അഞ്ചേരി ഇടവക സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെയാണ് തുടക്കം. അപ്പം 1956 തുടങ്ങി. അതിനുശേഷം തിമോത്തിയോസ് തിരുമേനി, അന്ന് ചുണ്ടേവാലിൽ ജോർജച്ചൻ കൊച്ചച്ചനാണ് രണ്ടാമത്തെ 3ാമത്തെ പള്ളിയാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് ഞങ്ങൾക്ക് വികാരിയായിട്ട് ലഭിച്ചത്. പിന്നീട് ചുണ്ടേവാലിലച്ഛൻ തന്നെ ഞങ്ങളുടെ റെക്ടറും അതുപോലെ തന്നെ പിതാവുമൊക്കെ ആയി. അതും വലിയൊരു ദൈവനിയോഗം തന്നെയാണ്. സീരി എന്ന സ്ഥാപനത്തിലേക്ക് കോൺക്രീറ്റ് ആയിട്ട് വരുന്നതിന് മുമ്പ് അച്ഛൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരികയാണ്. അച്ഛൻ പൂന സെമിനാരിയിലാണ് പഠിച്ചത്. പൂന സെമിനാരി ഒരു ഇൻ്റർനാഷണൽ സെമിനാരിയാണെന്നറിയാം. അപ്പോൾ അവിടെ വിദേശത്തു നിന്നുള്ള പ്രൊഫസേഴ്സൊക്കെ ഉണ്ടായിരുന്നു. സബേനയുണ്ട്, ഫാദർ ക്ലൗസനുണ്ട്, അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവരൊക്കെ ഈ സുറിയാനിയോട് അല്പമെങ്കിലും താല്പര്യമുള്ളവരായിരുന്നു. അവർ സുറിയാനി പാരമ്പര്യമൊക്കെ പഠിക്കണമെന്നൊക്കെ പറയുമെങ്കിലും അവിടെ അന്ന് സുറിയാനി നല്ലതുപോലെ അറിയാവുന്ന പണ്ഡിതന്മാർ ആരും തന്നെ ഇല്ല. എന്നാൽ സഭാചരിത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഫാദർ ഹംബി ഉണ്ടായിരുന്നു. അദ്ദേഹം തിരുവല്ല രൂപതയുടെ ഒരു സ്നേഹിതനാണ്. കേരളത്തിൽ വരുമ്പോഴെല്ലാം അദ്ദേഹം താമസിച്ചിരുന്നതും അത്താനാസിയോസ് തിരുമേനിയുടെ പ്രത്യേക പരിലാളന അനുഭവിച്ചയാളാണ്. അപ്പം എൻ്റെ ഇന്ത്യയിലെ ഭവനമാണ് ഈ മേരിഗിരി അരമന എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സഭാചരിത്രം, പ്രത്യേകിച്ചും പൗരസ്ത്യ സഭകളുടെ സഭാചരിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷയം. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓർഡിനേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാരീസിൽ വെച്ച് എൻ്റെ തീസിസിന് സന്നിഹിതനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നത് തെറ്റില്ല. തന്നെയുമല്ല, പിന്നീട് നടന്ന ലോക സുറിയാനി സമ്മേളനത്തിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അദ്ദേഹമാണ് ഈ സമ്മേളനങ്ങളെല്ലാം പങ്കെടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമീപനവും അതുപോലെ തന്നെ നേതൃത്വവും സീറിക്ക് എപ്പോഴും കൂട്ടായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല. ഉപരിപഠനത്തിനായിട്ട് അഭിവന്യ പിതാക്കന്മാർ, അച്ഛന്മാർ, സെമിനാരിക്കാരെ പല സ്ഥലങ്ങളിലേക്ക് വിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ റോം, ബെൽജിയം, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ. പിന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഫ്രാൻസിലേക്ക് വിടാനുള്ള കാരണം?
അതിന് കാരണം അവിടെ നിന്നും പഠിച്ച് തിരിച്ചു വന്ന ബഹുമാനപ്പെട്ട തോമസ് എലവുങ്കലച്ചൻ തന്നെയാണ്. അച്ഛൻ സെമിനാരിക്കാരനായിട്ട് തന്നെ പൂനായിൽ നിന്നും ജർമ്മനിയിലേക്ക് പോയി. അവിടെ തിയോളജി പഠിച്ചതിന് ശേഷം വൈദികനായി. പക്ഷേ ഉപരിപഠനത്തിനായിട്ട് അദ്ദേഹം പാരീസിലേക്കാണ് പോയത്. അപ്പം പാരീസിൽ സെൻറ്റ് എഫ്രൈമിനെ പറ്റി പഠിച്ച് മനോഹരമായുള്ളൊരു തീസിസൊക്കെ അവിടെ ഡിഫെൻഡ് ചെയ്തതിന് ശേഷമാണ് നാട്ടിലേക്ക് വന്നത്. ആ അവസരത്തിൽ ആണ് ഞാൻ പട്ടം കിട്ടിയതിന് ശേഷം ആദ്യ വർഷങ്ങളിൽ മൈക്കാവ് എന്ന സ്ഥലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ എനിക്ക് തിരുമേനിയുടെ ഒരു എഴുത്ത് കിട്ടി, അങ്ങോട്ട് തിരുവല്ലായിലേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് അറിയില്ലായിരുന്നു. അപ്പം വന്ന ഉടനെ തിരുമേനി പറഞ്ഞു, അച്ഛന് പാരീസിന് പോയി ലിറ്റർജി പഠിക്കണം, ബഹുമാനപ്പെട്ട എലവുങ്കലച്ചൻ അതെല്ലാം ശരിയാക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് പാരീസിന് പോകാൻ ഇടവന്നത്. അതിന് തന്നെയുമല്ല, അതിനൊരു കാരണം കൂടിയുണ്ട്. നല്ലൊരു സ്കോളർഷിപ്പ് ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ റിലീജിയസ് സ്റ്റഡിക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ലഭ്യമാക്കിയതും ബഹുമാനപ്പെട്ട എലവുങ്കലച്ചൻ്റെ പരിശ്രമം കൊണ്ടാണ്. അത് തിരുമേനി എഴുതി, അത് കിട്ടുകയും ചെയ്തു. പഠനം തീരുന്നത് വരെ 12 മാസവും തരുന്ന ഒരു സ്കോളർഷിപ്പാണ്. ആദ്യം മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അന്ന് 580 യൂറോ മാത്രം, 580 ഫ്രാങ്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് 1000 1200 ഏതാണ്ടായി. ഏതായാലും 12 മാസവും ലഭ്യമായ ഒരു സ്കോളർഷിപ്പ് ആയതുകൊണ്ട് മുഴുവൻ സമയവും പഠനത്തിന് ഉപയോഗിക്കുവാൻ അവസരം കിട്ടി. അത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഓക്കെ, നമുക്കിനി സിരിയിലേക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് തിരിച്ചു വരാം. 35 വർഷത്തെ പാരമ്പര്യം ഇപ്പോൾ നമ്മുടെ സിരി എന്ന സ്ഥാപനത്തിന് ഉണ്ട്. ഇതുപോലൊരു സ്ഥാപനം തിരുവല്ല രൂപതയിൽ കോട്ടയത്ത് തന്നെ തുടങ്ങാനായിട്ടുണ്ടായ പ്രചോദനം എന്താണെന്ന് പറയാം? സ്ഥലം നിശ്ചയിച്ചത് ഞാനല്ല, രൂപതാധ്യക്ഷൻ തന്നെയാണ്. അത് മാർ അത്താനാസ്യോസ് പിതാവ്. അത്താനാസ്യോസ് തിരുമേനി പഠിച്ചതും അതുപോലെ തന്നെ പലപ്പോഴും പഴയ സെമിനാരിൽ സന്ദർശിച്ചതുമൊക്കെ കോട്ടയത്താണ്. ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു അത്താനാസ്യോസ് തിരുമേനി. തന്നെയുമല്ല, ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും അന്നത്തെ മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്ക ബാവായുടെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ ഇവർ തമ്മിൽ വളരെയധികം അടുത്ത ബന്ധമുണ്ട്, പലപ്പോഴും കാണുമായിരുന്നു. അപ്പം ആ ഒരു പരിചയവും, പിന്നെ ഓർത്തഡോക്സ് സെമിനാരി പണ്ട് മുതലേ സുറിയാനിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. തന്നെയുമല്ല, എല്ലാ സഭകളും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലമാണ് കോട്ടയം. സീറോ മലബാർ സഭ, അതുപോലെ തന്നെ മാർത്തോമാ സഭ, ഇങ്ങനെ എല്ലാ സഭകൾക്കും കേന്ദ്രമായിട്ടുള്ള കോട്ടയം തിരഞ്ഞെടുത്തത് അഭിമന്യ തിരുമേനി തന്നെയാണ്. കാരണം അന്നൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്, 1976 ഇവിടെ സ്ഥലം വാങ്ങുന്നത്. അന്നേരം ഞാൻ പാരീസിലാണ്. ഏതായാലും സ്ഥലം വാങ്ങുന്നതൊക്കെ ഈ അവസരത്തിൽ ഇവിടെയാണ്. തന്നെയുമില്ല, അന്ന് എക്യുമെനിക്കൽ സെൻറ്റർ കോട്ടയത്താകണം എന്ന് തിരുമേനി ചിന്തിച്ചത് വത്തിക്കാൻ സുനോദോസിന് ശേഷമാണ്. കാരണം 63 ആയപ്പോഴത്തേന് വത്തിക്കാൻ സുനോദോസ് ആരംഭിച്ചു. മിക്കവാറും എല്ലാ സെഷനിലും തിരുമേനി സംബന്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ എക്യുമെനിക്കൽ പ്രവർത്തനങ്ങൾ സഭയുടെ കാതലായിട്ടുള്ള മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് തിരുമേനി മനസ്സിലാക്കി. അതിന് പറ്റിയ സ്ഥലം കോട്ടയമായതുകൊണ്ട് തിരുമേനി ഇവിടെ തന്നെ സ്ഥലം വാങ്ങി. അങ്ങനെയാണ് ഈ കേന്ദ്രം ഇവിടെ തുടങ്ങുന്നതിന് ഇടയായത്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ സെയിൻറ്റ് എഫ്രൈം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഒരു എക്യൂമെനിക്കൽ ഫെലോഷിപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ഥാപനം വന്നതുകൊണ്ട് ഈ ഒരു എക്യൂമെനിസം എന്ന ഐഡിയ ഫോസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിൽ 7 സുറിയാനി സഭകളുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സെമിനാരികളുമുണ്ട്. പ്രാഥമിക സുറിയാനി പഠനങ്ങളൊക്കെ അവിടെ നടത്തിയിരുന്നു. പക്ഷേ ഒരു ഗവേഷണം നടത്താനോ അതുപോലെ തന്നെ കുറച്ചുകൂടെ ഈ ഉറവിടങ്ങളിലേക്ക് ചെല്ലാനുള്ള ഗ്രന്ഥശേഖരങ്ങളോ ഒന്നും ഇങ്ങനെയുള്ള സെമിനാറുകളിൽ ഇല്ലായിരുന്നു.
അപ്പോൾ ഒരു ഹയർ സ്റ്റഡീസിന് പോസിബിലിറ്റി കൊടുക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാകുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. അതുതന്നെയല്ല, ഈ അന്ന് കോളേജുകളിലൊക്കെ സുറിയാനി പഠനങ്ങൾ ഈ പ്രീ ഡിഗ്രി തലത്തിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കോളേജുകളിൽ സുറിയാനി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. BA-ക്ക് മെയിനായിട്ട് അന്നും ഇല്ലായിരുന്നു, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അന്ന് പഠിപ്പിച്ചവരെല്ലാം അന്നത്തെ മാനദണ്ഡങ്ങളനുസരിച്ച് അണ്ടർ ക്വാളിഫൈഡ് ആയിരുന്നു. കാരണം കൺസേൺഡ് സബ്ജക്റ്റിൽ MA ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത്. കാരണം നല്ലതുപോലെ ഗ്രന്ഥശേഖരങ്ങളുള്ള, ഉറവിടങ്ങളുള്ള ഒരു സ്ഥാപനമായിട്ടാണ് ഇതിന് രൂപീകരണം കൊടുക്കുവാൻ സാധിച്ചത്. അതും ഒരു ദൈവനിയോഗം തന്നെ. എക്യുമെനിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഭാഗ്യസ്മരണാർഹനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സമയത്ത് 1985 നമ്മൾ ഔദ്യോഗികമായിട്ട് തുടങ്ങുമ്പോൾ അന്നത്തെ ആ ഉദ്ഘാടന സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുത്തിരുന്നു എന്ന് അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. 85 സെപ്റ്റംബർ 14 ഇത് തുടങ്ങിയത്. അത് കുരിശിൻ്റെ പെരുന്നാളാണല്ലോ. ആ കുരിശിൻ്റെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ഒരു മോട്ടോയും ഒരു ലോഗോയും ഞങ്ങൾ എടുത്തിരുന്നു. അത് ഇങ്ങനെയാണ് സുറിയാനിയിൽ: ഹൂർ ലവോസെ ഉ സാബാർ ബേ, ഗെയ്സ് അറ്റ് ഹിം ആൻഡ് ട്രസ്റ്റ് ഇൻ ഹിം. ഇത് കുരിശിനെ പറ്റി സഭാപിതാക്കന്മാർ വ്യാഖ്യാനം നൽകിയ ഒരു സങ്കീർത്തന വാക്യമാണ്. സങ്കീർത്തനം 34-ന്റെ 7-ാമത്തെ വാക്യമാണ്. അത് ക്രൂശിതനെ നോക്കുക, ക്രൂശിതന് ആണ് നമ്മുടെ പ്രത്യാശ. ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അന്ന് ഇത് തുടങ്ങാൻ സാധ്യമായി. ഉച്ച കഴിഞ്ഞാണ് നടന്നത്. അതിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ചത് മാർത്തോമാ മാത്യൂസ് പ്രഥമൻ തിരുമേനി തന്നെയാണ്. അധ്യക്ഷനല്ല, ഉദ്ഘാടനം കോട്ടയത്ത്. അധ്യക്ഷപദം നമ്മുടെ ഗ്രിഗോറിയോസ് തിരുമേനിയായിരുന്നു. അന്ന് തന്നെ സുറിയാനി സഭകളിലെ എല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പിതാക്കന്മാരോ അല്ലെങ്കിൽ വൈദികരോ സംസാരിച്ചിരുന്നു. യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിച്ച് നമ്മുടെ കോശി സാറ്, TK കോശി സാറ് ആദ്യം കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിരുന്നു. അത് കഴിഞ്ഞ് MG യൂണിവേഴ്സിറ്റി തുടങ്ങിയപ്പോൾ അവിടുത്തെയും രജിസ്ട്രാറായിരുന്നു. അങ്ങനെ ഒരു പ്രസംഗം ആ രജിസ്ട്രാർക്കും അന്ന് ലഭിക്കുവാനിടയായി. അന്ന് തന്നെ എല്ലാവരും ഇതൊരു വലിയ പഠന ഗവേഷണ കേന്ദ്രമായി തീരട്ടെ എന്ന് ആശംസിച്ചു. അപ്പോൾ എല്ലാ സഭകളും കൂടെ താല്പര്യമെടുത്ത് പ്രതിനിധികളെ അയച്ച് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ തുടക്കം തന്നെ ഒരു എക്യൂമെനിക്കൽ കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി അച്ഛൻ ഗ്രന്ഥശേഖരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സീരിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, സീരിയയിൽ വളരെ സമ്പുഷ്ടമായ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഈ ലൈബ്രറി ഇപ്രകാരം ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് അച്ഛന് കിട്ടിയ ഇൻസൈറ്റ്സ് ഒക്കെ ഇവിടുന്ന് ഒരുപക്ഷെ ഫ്രാൻസിൽ നിന്നായിരിക്കാം. അത് തന്നെ, അച്ഛൻ നിരൂപിച്ചത് തന്നെ ശരിയാണ്. ഫ്രാൻസിൽ ചെന്നപ്പോഴാണ് ഈ സുറിയാനി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സെബാസ്റ്റ്യൻ ബ്രോക്കൊക്കെ പറയും ക്രിസ്ത്യാനിറ്റിക്ക് 3 ബ്രാഞ്ചാണ്. ഒന്ന് സെമിറ്റിക് ബ്രാഞ്ച് അല്ലെങ്കിൽ സിറിയക് ട്രഡീഷൻ, 2 ഗ്രീക്ക് പാരമ്പര്യം, 3 ലാറ്റിൻ പാരമ്പര്യം. അതിൽ ഏറ്റവും ആദ്യത്തേതും കർത്താവിൻ്റെ സംസ്കാരത്തിന് ചേർന്നതുമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ഈ സുറിയാനി പാരമ്പര്യത്തിൻ്റേത്. ഇത് 3ഉം കൂടെ കൂടിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് വാസ്തവത്തിൽ പാരീസിൽ ചെന്നതിന് ശേഷമാണ്. അവിടെയൊക്കെ ചെന്നപ്പോൾ സുറിയാനി പഠിക്കുന്ന പലരും അവിടെ ഉണ്ടെന്നും അതുപോലെ തന്നെ സുറിയാനി ഗ്രന്ഥശേഖരങ്ങൾ, അതുപോലെ തന്നെ സുറിയാനി മാനുസ്ക്രിപ്റ്റ്സ് ഒക്കെ ഗവേഷണം ചെയ്യുന്നവരുമൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്മളെക്കാട്ടിൽ കൂടുതൽ ആധികാരികമായിട്ട് സുറിയാനി ഗവേഷണം നടത്തുന്നതുമൊക്കെ അവിടെയാണ്. അങ്ങനെയുള്ള ചിലരെയൊക്കെ കണ്ടു. തന്നെയുമല്ല, എൻ്റെ പ്രൊഫസർ തന്നെ മുൻകൈയെടുത്ത് എന്നെ 3 മാസത്തേക്ക് ലണ്ടനിലേക്ക് പറഞ്ഞു വിട്ടു.
ലണ്ടനിലാണ് ഏറ്റവും പഴക്കം കൂടിയ ഈ സുറിയാനി മാനുസ്ക്രിപ്റ്റുകൾ മനോഹരമായിട്ട് ശേഖരിച്ചു വച്ചിരിക്കുന്നു. അന്ന് അതിൻ്റെ പേര് ബ്രിട്ടീഷ് മ്യൂസിയം എന്നാണ്. അവിടെ ചെന്നപ്പോഴാണ് എൻ്റെ കണ്ണ് തുറന്നത്. കാരണം മനോഹരമായിട്ട് ബൈൻഡ് ചെയ്ത് താല്പര്യമുള്ള ആർക്കും ഗവേഷണം നടത്തത്തക്കവണ്ണം അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന മാനുസ്ക്രിപ്റ്റുകളെല്ലാം കണ്ടു. പലപ്പോഴും ഓരോ ദിവസവും ഓരോ മാനുസ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ താളും മറിച്ച് നോക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേന് സുറിയാനി പഠനം എന്നുള്ളത് ഒരു ജീവിത ലക്ഷ്യം തന്നെയായി. അപ്പം അങ്ങനെയാണ് ഈ സുറിയാനി പഠനവും അതുപോലെ തന്നെ ഈ ഗവേഷണം നടത്തുന്ന ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങളും മാനുസ്ക്രിപ്റ്റുകളും ഒക്കെ വേണം, അതിനുള്ള സമ്പാദനം ഒക്കെ തുടങ്ങിയത് അവിടെ വെച്ചാണ്. ഓക്കെ. അപ്പോൾ സെയിൻറ്റ് എഫ്രൈം എക്യൂമെനിക്കൽ, അപ്പോൾ എക്യൂമെനിക്കൽ കൺസെപ്റ്റ് കൃത്യമായിട്ട് അച്ഛൻ വെളിവാക്കി. ഇപ്പോൾ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ വളർത്താനായിട്ട് മനോഹരമായൊരു ഗ്രന്ഥശേഖരം അച്ഛൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രന്ഥശേഖരം ശരിക്കും ഇവിടെ താമസിച്ച് പഠിക്കുന്നവർക്ക് മാത്രമാണോ അത് പുറമേയുള്ള മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടോ? സീറിയുടെ ലൈബ്രറി ഒരു യുണീക്ക് ലൈബ്രറിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, സെബാസ്റ്റ്യൻ ബ്രോക്ക് തന്നെ പറഞ്ഞതാണ്. യൂറോപ്പിലാണെങ്കിൽ പല കേന്ദ്രങ്ങളിൽ പോയാലേ, പല യൂണിവേഴ്സിറ്റികളിൽ പോയാലേ ഈ സിറിയക് പഠനം പൂർത്തിയാകത്തു. അതേസമയത്ത് ഇവിടെ പല ലൈബ്രറികളിൽ നിന്നുമുള്ള പുസ്തകങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഗവേഷണം നടത്തി മിക്കവാറും സുറിയാനി പാരമ്പര്യത്തിലെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും എത്തി നോക്കുവാനും അതുപോലെ തന്നെ കുറേയൊക്കെ മുന്നോട്ട് ഗവേഷണം നടത്താനും സാധിക്കത്തക്ക വിധത്തിലുള്ള ഗ്രന്ഥശേഖരം ഇവിടെയുണ്ട്. അപ്പോൾ അത് ഒരു സീറിയയുടെ അസറ്റ് തന്നെയാണ്. അത് അങ്ങനെ ഉണ്ടാകാൻ കാരണം സെബാസ്റ്റ്യൻ ബ്രോക്കും അതുപോലെ തന്നെ ഈ ലോക സുറിയാനി സിംപോസിയംസ് ഉണ്ട്. 1972 തുടങ്ങിയതാണ്. അന്ന് മുതലുള്ള സുറിയാനി പണ്ഡിതന്മാരെയെല്ലാം പരിചയപ്പെടാനൊക്കെ ഇടയായതുകൊണ്ട് അവരുടെ പരിശ്രമം വഴിയായിട്ടും അവരുടെ സംഭാവനയായിട്ടും ഒത്തിരി പുസ്തകങ്ങളും അതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ടും ഒക്കെ അവർ എപ്പോഴും അയച്ചു തരുമായിരുന്നു. അപ്പോൾ അതും ഒരു മുതൽക്കൂട്ടാണ്. സോ നമ്മുടെ ലൈബ്രറി ഈസ് അപ്ഡേറ്റഡ് with all the contributions of the Syriac scholars all over the world. അച്ഛന് പല പ്രാവശ്യം ഈ സെബാസ്റ്റ്യൻ ബ്രോക്ക് എന്ന പേര് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയുടെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഈ വ്യക്തി ആരാണെന്ന് അറിയില്ലായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? സെബാസ്റ്റ്യൻ ബ്രോക്ക് ഈസ് ദ പേട്രിയാർക്ക് ഓഫ് സിറിയക് സ്റ്റഡീസ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. കാരണം അദ്ദേഹം ആദ്യം കേംബ്രിഡ്ജിലായിരുന്നു, അതിനുശേഷമാണ് ഓക്സ്ഫോർഡിലേക്ക് വന്നത്. അദ്ദേഹം ആണ് ഏറ്റവും കൂടുതൽ സിറിയക് പൈതൃകത്തെപ്പറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സിറിയക് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ടാണ്. അത് വാസ്തവത്തിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ ഒരു കാറ്റലോഗ് ഓഫ് സിറിയക് മാനുസ്ക്രിപ്റ്റ്സ് എന്നും പറഞ്ഞ് സിറിൽ മോസിൻ്റെ ഒരു പബ്ലിക്കേഷനുണ്ട്. ഏതാണ്ട് 1500 മുതൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ ആർട്ടിക്കിൾസിൻ്റെയും പബ്ലിക്കേഷൻസിൻ്റെയും ആൽഫബറ്റിക്കൽ ഓർഡർ അനുസരിച്ചുള്ള ലിസ്റ്റാണ് സിറിൽ മോസിൻ്റെ ഈ കാറ്റലോഗ്. അത് 1960 വരെയുള്ള എൻട്രീസ് എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിനുശേഷം അത് തുടർന്നു കൊണ്ടുപോകുന്നതും പോയിരുന്നതും സെബാസ്റ്റ്യൻ ബ്രോക്കാണ്. സിറിയക് സ്റ്റഡീസ് എന്നുള്ള തലക്കെട്ടിൽ ആര് എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എങ്ങനെയെങ്കിലും സമാഹരിച്ച് മനോഹരമായിട്ടുള്ള ഒരു ലിസ്റ്റ്, കംപ്ലീറ്റ് ലിസ്റ്റ് അദ്ദേഹമാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പം സിറിയക് പാരമ്പര്യത്തിലും പഠനങ്ങളിലും താല്പര്യമുള്ള എല്ലാവരും ബന്ധപ്പെടുന്നതും സെബാസ്റ്റ്യൻ ബ്രോക്കുമായിട്ടാണ്. അദ്ദേഹം വളരെയധികം എളിമയുള്ള ഒരാളാണ്. ഇവിടെ നിന്ന് ഒരു സുറിയാനി പഠിക്കാൻ ആരംഭിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എഴുതിയാലും അദ്ദേഹം മറുപടി പറയും. തന്നെയുമല്ല, സിറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫൗണ്ടിങ് ഫാദറും കൂടിയാണ് അദ്ദേഹം. കാരണം നമ്മുടെ MA പ്രോഗ്രാമിന് വേണ്ട സിലബസൊക്കെ ക്രമീകരിച്ചു തന്നത് സെബാസ്റ്റ്യൻ ബ്രോക്കാണ്. തന്നെയുമല്ല, നമ്മുടെ കുറേ പുസ്തകങ്ങൾ
MA-ക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ എഴുതി തന്നതും അദ്ദേഹം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ബ്രീഫ് ഔട്ട്ലൈൻ ഓഫ് സിറിയക് സ്റ്റഡീസ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പുസ്തകം വേറെ അതിനു മുമ്പ് ആരും അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ MA പ്രോഗ്രാമിന് വേണ്ടി അദ്ദേഹം എഴുതി തന്നതാണ്. അപ്പം സുറിയാനി പാരമ്പര്യത്തിലുള്ള എല്ലാ സഭാപിതാക്കന്മാരെ പറ്റിയും അവരുടെ ബയോഗ്രഫി, അതുപോലെ ലിസ്റ്റ് ഓഫ് പബ്ലിക്കേഷൻസ്, പിന്നെ അവരുടെ ഏതെങ്കിലും കൃതിയിൽ നിന്നുള്ള 1-2 പേജസ് ടേസ്റ്റ് ഓഫ് ഈച്ച് ഫാദർ അത് വരത്തക്കവണ്ണം അദ്ദേഹം ആ വോളിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സ് ഇൻ ദ സിറിയക് വേൾഡ്. സെബാസ്റ്റ്യൻ ബ്രോക്ക് ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സിറിയയുടെ വളർച്ചയ്ക്കും ഇന്നത്തെ പ്രവർത്തനത്തിനും ഒരു ജീവനാഡി പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ ബ്രോക്കിനെ കൂടാതെ നിശ്ചയമായിട്ടും അനേകം പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും ഒക്കെ സിറിയയുടെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ടാകുമല്ലോ. അവരെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും ധാരാളം പേരെപ്പറ്റി ഓർക്കുകയും പറയുകയും ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യം കൂടിയാണ്. കാരണം അവരൊക്കെയാണ് ഇതുപോലൊരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്നും നമ്മളെക്കാട്ടിൽ കൂടുതൽ ആഗ്രഹിച്ചതും അതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്തതും. അതിൽ ഒന്ന് എൻ്റെ പ്രൊഫസർ ഫാദർ ഫ്രാൻസ്വാ ഗ്രഫൻ SJ. He was the director of Patrologia Syriaca. പല സഭാപിതാക്കന്മാരുടെയും ഹോമിലീസൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള പുള്ളി. അദ്ദേഹത്തിൻ്റെ അങ്കിൾ ഒരു ജെസ്യൂട്ട് പ്രീസ്റ്റായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ചുള്ള എല്ലാ മാനുസ്ക്രിപ്റ്റുകളും ഏതാണ്ട് ഒരു നിധി പോലെ ഇവിടെ എനിക്കാണ് തന്നിട്ടുള്ളത്. അതിവിടെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അന്ന് അവർ ഈ ഫോട്ടോ എടുത്തിട്ട് ആണ് ഇവർ പകർത്തി ഈ സിറിയക് രേഖകളൊക്കെ പ്രിപ്പയർ ചെയ്തും ട്രാൻസ്ലേറ്റ് ചെയ്തും പല കൃതികളുടെയും ഫ്രഞ്ച് ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ അതിൻ്റെ സുറിയാനി ഫോട്ടോകളും ഈ നിധിക്കെട്ടിൻ്റെ അകത്തുണ്ട്. അത് ഒന്ന്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥാപനം വളരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഫാദർ ദൽമെ OP. അദ്ദേഹവും ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. ഓറിയൻ്റൽ ലിറ്ററേച്ചർ പഠിപ്പിച്ചുകൊണ്ടിരുന്നയാളാണ്. അദ്ദേഹം കേരളത്തിൽ വന്നാൽ സിറിയയിൽ വരാതെ പോവുകയില്ല. മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഒരു ടൂറിസ്റ്റ് ഗ്രൂപ്പിനെ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ പ്രധാനപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള വലിയ ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ദാൽമയച്ചനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് നമ്മുടെ ഇവിടെയുള്ള സ്ഥാപനങ്ങൾ എല്ലാം അറിയാം. കുരിശുമല മുതൽ കോട്ടയം, അതുപോലെ തന്നെ ഓർത്തഡോക്സ് സെമിനറി, പിന്നെ നമ്മുടെ മേരിഗിരി അരമന, അതുപോലെ തന്നെ എറണാകുളം പ്രധാനപ്പെട്ട പള്ളികൾ, ഇതെല്ലാം അദ്ദേഹം ഇവരെ കാണിച്ചിരുന്നു. അപ്പം അതിൽ കോട്ടയം എന്ന് പറഞ്ഞാൽ സീറി എന്നാണ് അർത്ഥം. അപ്പം അന്ന് മുതലേ സീറിക്ക് നല്ലൊരു പേര് ഫ്രാൻസിൽ ഉണ്ടാക്കി കൊടുത്തത് ബഹുമാനപ്പെട്ട ദാൽമയച്ചനാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ വന്നാൽ നമ്മുടെ പ്രൊഫസർ ജോഹാനസ് മാദായ് നമ്മുടെ രൂപതയുടെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടറാണ്. മാർ അത്താനാസ്യോസ് തിരുമേനിയുടെ കാലം മുതൽ അദ്ദേഹം ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടു. അത് തന്നെയുമല്ല, പാദർബോണിലുള്ള ആദാം വേളർ എക്യുമെനിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കണ്ടറിയുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും അത്താനാസ്യോസ് തിരുമേനിക്ക് 1977 മുമ്പ് സാധിച്ചിരുന്നു. ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ എഴുതിയതും ഈ മാതായ് സാഹിബിൻ്റെ ഓഫീസിൽ വെച്ചാണ്. അത്താനാസ്യോസ് തിരുമേനി 1977 ഈ പ്രോജക്റ്റ് സമർപ്പിച്ചതും മാതായുടെ സഹകരണത്തോടെ. പാദർബോൺ അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും നമ്മളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ മലങ്കര ലിറ്റർജിയുടെ എല്ലാ കൂദാശ പുസ്തകങ്ങളും അദ്ദേഹം ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് നമ്മളാണ് പബ്ലിഷ് ചെയ്യുന്നത്. ബ്ലൂ സീരീസ് എന്ന് പറയും. അതിപ്പോഴും ഇവിടെയുണ്ട്. കുർബാനയുടെ വിവർത്തനമാണെങ്കിലും അതുപോലെ തന്നെ മാമോദിസായുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് ശുശ്രൂഷകളെല്ലാം അദ്ദേഹമാണ്
വിവർത്തനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് സുറിയാനി വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും അദ്ദേഹം ജർമ്മൻ ട്രാൻസ്ലേഷനുമൊക്കെ നോക്കി നമ്മുടെ സുറിയാനി പൈതൃകം വളരെയധികം സ്നേഹിക്കുകയും ഒത്തിരി എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം നമ്മുടെ സപ്പോർട്ട് ചെയ്തതിൽ ഒരാളാണ്. അതുപോലെ തന്നെ ജർമ്മനിയിൽ വേറെ സപ്പോർട്ടേഴ്സ് ഉള്ളത് ഈ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. ഗയോർഗ് ഔഗസ് യൂണിവേഴ്സിറ്റി ഗേത്തിങ്ങനുമായിട്ടൊരു പ്രത്യേക ബന്ധമുണ്ട് ഈ സീറിക്ക്. കാരണം ഞാൻ അവിടെ ഒരു റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് 1980 അവിടെ 3ാമത്തെ സിറിയക് സിമ്പോസിയം നടക്കുന്നത്. ആ അവസരത്തിലാണ് യൂഹാനൂൻ തിരുമേനി ജർമ്മൻ സന്ദർശനം നടത്തുന്നതും ഈ 3ാം സിറിയക് സിമ്പോസിയത്തിൽ സംബന്ധിച്ച് ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്ന ഈ എക്യുമെനിക്കൽ റിസർച്ച് സെൻറ്ററിനെ പറ്റി എല്ലാവരോടും സംസാരിക്കുന്നത്. തിരുമേനിയോടൊപ്പം അന്നും മാർ അപ്രൈം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കോൺഫറൻസിൽ സംബന്ധിച്ചിരുന്ന ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ബേബി വറീസ് അച്ഛനുണ്ടായിരുന്നു, സേവറീസ് തിരുമേനി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരോടും ഇങ്ങനെ ഒരു സ്ഥാപന ഉദ്ദേശം അറിയിച്ചപ്പോൾ അവരെല്ലാവരും കൈയടിച്ച് സകലവിധ പ്രോത്സാഹനങ്ങളും തന്നിരുന്നു. അപ്പം ലോകത്തിലുള്ള മിക്കവാറും എല്ലാ സിറിയക് പണ്ഡിതന്മാരും ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അന്ന് മുതൽ അവരുടെ ഓഫ് പ്രിൻസ് എന്ന് പറഞ്ഞാൽ അവരേതെങ്കിലും ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്താൽ അത് നമുക്ക് അയച്ചു തരുമായിരുന്നു. സെബാസ്റ്റ്യൻ ബ്രോക്കാണ് അതിന് മുൻകൈ എടുത്തിരുന്നത്. അതുപോലെ ഈ അവസരത്തിലും നമ്മുടെ ചില തടസ്സങ്ങളൊക്കെ സിറിയയ്ക്ക് തുടരാനായിട്ട് MG യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. ആ അവസരങ്ങളിൽ പോലും ഏതാണ്ട് 100-150 Syriac scholars from all over the world, they appealed to the Higher Education Council in Kerala for the continuation of Syria. അപ്പം അതും ഒരു ബോൾഡ് ഡിസിഷൻ എടുക്കുന്നതിന് നമ്മുടെ വൈസ് ചാൻസലറെയും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിനെയും സഹായിച്ചിട്ടുണ്ട്. അപ്പം they are all interested and also fostering the activities of this institution. താങ്ക് യു അച്ഛാ. നമ്മൾ അടുത്തൊരു സെഷൻ കൂടി നമുക്കുണ്ട്. ഇൻ ദാറ്റ് സെഷൻ വി വിൽ ബി കോൺസെൻട്രേറ്റിംഗ് മോർ ഓൺ ദി ഡെവലപ്മെൻറ്റ് ഓഫ് സിറിയ ആസ് എ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ കോഴ്സസ് ആൻഡ് ദ പ്രോഗ്രാംസ് ദാറ്റ് വി ആർ കണ്ടക്റ്റഡ് ഫ്രം ഹിയർ. ഇന്നിപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. അപ്പോൾ മലങ്കര കാത്തലിക് TVക്ക് അച്ഛൻ നന്നായി വിലയേറിയ സമയത്തിന് ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നമുക്ക് വീണ്ടും കാണണം. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം സുറിയാനി ഭാഷ ഭംഗിയായി കൈകാര്യം ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് ജേക്കബ് അച്ഛൻ. നന്നായിട്ട് പാട്ടും പാടും. അപ്പോൾ മലങ്കര കാത്തലിക് TVയുടെ ഹൃദയപൂർവ്വം പ്രേക്ഷകർക്കായിട്ട് ഒരു 4 വരി സുറിയാനി പാട്ട് പാടി നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സന്ധ്യയ്ക്ക് നമ്മൾ പാടുന്ന സൂത്താറ ഗീതത്തിൻ്റെ ആദ്യത്തെ സ്റ്റാൻസ മാർ അപ്രൈമിൻ്റേതാണ്. അത് നമുക്ക് പാടാം. മോറാൻ ത്രാഹമലൈൻ മോറാൻ കാബൽ തശ്മിഷ്താൻ ഷാദാലാൻ മെൻ ബെത് ഗാസോക് ഖ്നവനോ റഹ്മേഷ് ബുക്കോനോ. മലങ്കര കാത്തലിക് TVയുടെ ഹൃദയപൂർവ്വം എന്ന പരിപാടിയിലെ സിറിയയെക്കുറിച്ചുള്ള പ്രോഗ്രാമിൻ്റെ 1ാം എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സിറിയയെക്കുറിച്ചുള്ള സുറിയാനി പഠനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുന്നു. നന്ദി.